അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചില കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഡെസ്പടിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും. ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം, ലൈഫ് ഇനിയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പോലും പലരും അതിനെയൊക്കെ അതിജീവിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഇങ്ങനെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വലിയ വിജയം നേടി നമ്മളെയൊക്കെ കാണിച്ചു തന്ന ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നേനയാണത്. നേനയെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. കാരണം തളിക്കുളത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് നേന. പക്ഷേ നേന ഇന്ന് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷക കൂടിയാണ്. ഒരു നാടിനെ ഒന്നാകെ സന്തോഷത്തിലാഴ്ത്തിയ നേനയുടെ വിശേഷങ്ങൾ അറിയണ്ടേ? കാണാം. ചെറുപ്പം മുതലുള്ള കഷ്ടപ്പാട്, പട്ടിണിയോട് പൊരുതിയുള്ള ജീവിതം, പഠനത്തിന് പോലും നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ. വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ തളിക്കുളം സ്വദേശി നേനയ്ക്ക് സ്വപ്ന സാഫല്യമാണ് അഭിഭാഷക ജീവിതം. ചെറുപ്പം മുതലുള്ള നേനയുടെ ആഗ്രഹമാണ് വക്കീലാകണമെന്നുള്ളത്. വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ തുക ആ മകൾക്ക് വേണ്ടി അമ്മയും കരുതി വെച്ചു. 1000 സ്വപ്നങ്ങളുമായാണ് നേന തൃശൂർ ലോ കോളേജിലെത്തിയത്. എന്നാൽ ഭാരിച്ച ചെലവ് മൂലം പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. തമിഴ്നാട് നാമക്കല്ല് കോടതിയിലെ അഭിഭാഷകനായ നാഗരാജിനെ വിവാഹം ചെയ്തതാണ് നേനയുടെ ജീവിതത്തിന് വഴിത്തിരിവായത്. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പഠനകാലത്തും നമ്മൾക്ക് പഠിക്കുന്ന കാലത്ത് ബുക്കൊക്കെ വാങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ LLBക്ക് എന്നെ ചേർത്തിട്ടുള്ളത് ഹസ്ബൻഡാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഫീസൊക്കെ കിട്ടിയിട്ടുള്ളത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡിഗ്രി പഠിച്ചത് സെയിൻറ്റ് ജോസഫ് ഇരിഞ്ഞാലക്കുടയാണ്. സെയിൻറ്റ് ജോസഫ് ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ പഠനത്തിനുള്ള അങ്ങോട്ട് എത്താനുള്ള ബസ് ഫീസും എല്ലാതും ഞാൻ ഉണ്ടാക്കിയുള്ളത്. 2018 നേന കർണാടക ലോ കോളേജിൽ LLB പഠനത്തിന് ചേർന്നു. പഠനം വീണ്ടും പുനരാരംഭിച്ചെങ്കിലും കോവിഡിന്റെ രൂപത്തിൽ വീണ്ടും പ്രതിസന്ധി എത്തി. എന്നാൽ തോൽക്കാൻ നേന തയ്യാറായിരുന്നില്ല. പൊതിച്ചോറുകൾ ഉണ്ടാക്കി പഞ്ചായത്ത് ഓഫീസിലും ബ്ലോക്ക് ഓഫീസിലും വിൽപ്പന നടത്തി നേന മുന്നോട്ടു പോയി. 50 രൂപയ്ക്ക് കൊടുക്കുന്ന ഊണിലെ ലാഭത്തിൽ നിന്ന് തന്റെയും മക്കളുടെയും പഠനച്ചെലവും കണ്ടെത്തി. ഒടുവിൽ സ്വപ്നം പൂവണിഞ്ഞു. ഹൈക്കോടതിയിൽ അഭിഭാഷകയായി നേന എൻറോൾ ചെയ്തു. ഇതിനിടെ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തൃശൂർ കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് HDCയും പാസ്സായി. രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയപ്പോൾ അവിടെയും നേനയ്ക്ക് പിഴച്ചില്ല. തളിക്കുളം 8, 11 വാർഡുകളിലെ മെമ്പറായി വിജയിക്കുകയും ചെയ്തു. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോയാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് നേനയുടെ ജീവിതത്തിന്റെ സന്ദേശം. ന്യൂസ് മലയാളം, തൃശൂർ.